നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഞായറാഴ്ച വരെയൊക്കെ മഴയുണ്ടായിരിക്കും. അതിനുശേഷം ചന്ദ്രൻ ബലവാനായി മാറുന്നത് കൊണ്ട് ചന്ദ്രന് പൂർണ്ണ ബലവാനായി മാറുന്ന പക്ഷമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഴയ്ക്ക് സാധ്യത കുറവാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രകാരം ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മുതൽ മഴയ്ക്കൊരു ശമനമുണ്ടായി. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഹാദേവൻ്റെ കൃപയാൽ കരുണയാലും എല്ലാവരുമായിരിക്കുന്ന സ്ഥാനങ്ങളിലും ഇടങ്ങളിലുമൊക്കെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഭദ്രമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ കാളഹസ്തി ക്ഷേത്രത്തിലായിരുന്നു. യാത്രാമധ്യേ ജലദോഷമൊക്കെ പിടിച്ചതുകൊണ്ട് 1-2 ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ്റെ കൃപയാൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ജൂൺ മാസം 1-ാം തീയതി മുതൽ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും തുടർന്നും സഹകരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. പൂജയിൽ പങ്കുചേർന്ന എല്ലാവർക്കും വേണ്ടിയാണ് കാളഹസ്തിയിൽ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം ജൂൺ മാസം 27-ാം തീയതിയാണ് വീണ്ടും കാളഹസ്തിയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. 2025 ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങളും ധനപരമായ നേട്ടവും ഉണ്ടാകുന്ന ദിവസമാണ്. നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ജൂൺ മാസം 1-ാം തീയതി. അപ്പം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നേട്ടമുണ്ടാകുന്നത്. നവഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടത്തെ നക്ഷത്രഫലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ നക്ഷത്രം അതാത് ദിവസത്തെ നക്ഷത്രം ഓരോരുത്തരെയും സ്വാധീനിക്കുന്നു. അപ്രകാരം അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും. അതാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു ദിവസം അല്ലെങ്കിൽ തലേ ദിവസം നമുക്ക് മോശമായ അനുഭവമാണെങ്കിൽ അടുത്ത ദിവസം തുടർന്നുള്ള 1-2 ദിവസമൊക്കെ നമുക്ക് നല്ല അനുഭവങ്ങളായി മാറും. അത് ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്രകാരം 2025 ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ തീയതി മലയാള തീയതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ 1200-ാം ആണ്ട് ഇടവമാസം 18-ാം തീയതിയാണ്. ജ്യേഷ്ഠമാസം 11-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം 11-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:33 തിഥി ഉദയാൽപരം തിഥി ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി ഞായറാഴ്ച രാത്രി 8:06 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപര നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി 9:09 അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി 9:38. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ആയില്യ നക്ഷത്ര ജാതകരാണെന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. ആയില്യ നക്ഷത്രം കർക്കിടകക്കുറിൽപ്പെട്ട നക്ഷത്രമാണ്. അപ്പോൾ ഈ ആയില്യ നക്ഷത്രമാണ് ഞായറാഴ്ച ദിവസം സ്വാധീനിക്കുക. 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവും അനുഭവങ്ങളൊക്കെ വന്നു ചേരുക ആയില്യ നക്ഷത്ര പ്രകാരമാണ്. അപ്പോൾ നമ്മൾ വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ ആയില്യ നക്ഷത്രത്തിന് ചേരുന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയല്ലേ നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ജീവിതാനുഭവങ്ങളും അങ്ങനെ തന്നെ വന്നു ചേരും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഞായറാഴ്ച ദിവസം ആയില്യ നക്ഷത്രപ്രകാരം അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അനുകൂലമായ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം. പ്രതികൂലമായ അനുഭവങ്ങൾ ഈ ഞായറാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരാടം, പുണർദം, മകയിരം, കാർത്തിക, അതുപോലെ തന്നെ ധനുക്കുറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽനാളുകാർ. ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ധനുക്കുറുകാർക്കാണ് കൂടുതൽ സാധ്യത ഉള്ളത്. സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാൻ. ഞായറാഴ്ച ദിവസം രാവിലെ 6:07 മുതൽ 9:07 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:37 മുതൽ ഉച്ച കഴിഞ്ഞ് 3:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. വൈകുന്നേരം രാഹുവിൻ്റെ സമയമാണ്. 4:37 മുതൽ 6:07 വരെയുള്ള സമയമാണ് രാഹുവിൻ്റെ സമയം. ആ സമയത്തൊന്നും ഒരു ആദ്യമായിട്ട് ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കാൻ പോകുന്നവർ ആ സമയം ഒഴിവാക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിലൊക്കെ ആദ്യമായിട്ട് പോകുന്നവർ ആ സമയമൊക്കെ ഒഴിവാക്കുക. ആദ്യമായിട്ടൊക്കെ എങ്കിൽ രാഹുവിൻ്റെ സമയത്തൊന്നും ചെയ്യരുത്. തുടർച്ചയായിട്ട് പോകുന്ന പ്രവൃത്തികളൊക്കെ അങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല.
എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 1 അപ്പോൾ ഏതൊരു മാസത്തെ 1, 10, 19, 28 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ഉള്ള ഒരു വിഷയം, ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആൾക്കാർക്കാണ് വന്നു ചേരുവാൻ സാധ്യത. അതായത് ഞായറാഴ്ച ദിവസം ആയില്യ നക്ഷത്രമാണല്ലോ. ആയില്യ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ ആൾക്കാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക, അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. പൂയം, കേട്ട, ചോതി, ഉത്രം, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള ഏത് വിഷയം കൈകാര്യം ചെയ്താലും വിജയിക്കും. ധനം മേടിച്ചാൽ കൊടുക്കാൻ പറ്റും, കടം മേടിച്ചാൽ കൊടുക്കാൻ പറ്റും, വായ്പ എടുത്താൽ അത്, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമാണെങ്കിൽ മറ്റൊരാളുടെ കൈവായ്പ മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും, കിട്ടുന്ന പണം പ്രയോജനപ്പെടും, നഷ്ടപ്പെട്ടു പോകത്തില്ല. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ ഈ ആൾക്കാർക്ക് വന്ന് ഭവിക്കട്ടെ. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ കാരുണ്യം എല്ലാവരിലും ഉണ്ടാകട്ടെ. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.